ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട നിർമ്മല സീതാരാമൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ലഭ്യമാണ്. അതുകൂടി ഒന്ന് കാണാം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രി ഇപ്പോഴത്തെ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധനമന്ത്രി ധനമന്ത്രാലയത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കും. ക്യാബിനറ്റ് ചേർന്ന് ബജറ്റ് അംഗീകരിച്ച ശേഷം ധനമന്ത്രി ബജറ്റുമായി രാഷ്ട്രപതിയെ കാണും. അതിനുശേഷമാണ് ബജറ്റ് അവതരണത്തിനായി പാർലമെന്റിലേക്ക് എത്തുക. 11 മണിക്ക് ബജറ്റ് അവതരണം ആരംഭിക്കും. എന്തായാലും ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി വീട്ടിൽ നിന്നിറങ്ങി ധനമന്ത്രാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് മന്ത്രിമാരെല്ലാം അല്പസമയത്തിനകം ക്യാബിനറ്റ് യോഗത്തിനെത്തും. ക്യാബിനറ്റ് ചേർന്ന് ഈ ബജറ്റ് അംഗീകരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മധ്യവർഗത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കർഷകർക്കും യുവജനങ്ങൾക്കും കായിക മേഖലയ്ക്കും എല്ലാം വലിയ പരിഗണന ലഭിക്കുന്ന ബജറ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരി അനൂപ്, ഏതായാലും നമുക്കും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം, കാത്തിരുന്ന് കാണാം. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി. ഇനി അവിടെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും പിന്നീട് ബജറ്റ് അവതരണത്തിനായി എത്തുക.